Perplexity making an unsolicited offer for Google Chrome. Talk of Perplexity offering to buy Google Chrome's browser. 18 ബില്യൺ വാല്യുവേഷൻ ഉള്ള പെർപ്ലക്സിറ്റി, അതും 35 ബില്യൺ വാല്യുവേഷൻ ഉള്ള ക്രോം ബ്രൗസർ, അതും ഗൂഗിളിന്റെ അടുത്ത് നിന്ന് വാങ്ങാനായിട്ട് പോകുന്നു. ഗൂഗിൾ ക്രോമിന്റെ അടുത്ത് ഏകദേശം 3.45 ബില്യൺ യൂസേഴ്സ് ആണുള്ളത്. അതായത് ഏകദേശം ഗ്ലോബൽ ബ്രൗസർ മാർക്കറ്റ് ഷെയറിന്റെ 64% അവരുടെ കയ്യിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ആ ഒരു അത്രയും യൂസേഴ്സിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പെർപ്ലക്സിറ്റി ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. പെർപ്ലക്സിറ്റിയുടെ കോഫൗണ്ടർ എന്ന് പറയുന്നത് അരവിന്ദ് ശ്രീനിവാസ് ആണ്. പുള്ളി ചെന്നൈയിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. അതേപോലെ തന്നെ ഗൂഗിളിന്റെ ഡീപ് മൈൻഡിലും അതേപോലെ തന്നെ ഓപ്പൺ ഐയിലും പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പുള്ളി ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഡേവിഡ് സിയാർട്സ്, ആൻഡി കോൺവിസ്കി, ജോണി ഹോ, അരവിന്ദ് ശ്രീനിവാസ്, ഇങ്ങനെ ഈ 4 പേരാണ് ഈ പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന ഈ ഒരു കമ്പനി സ്ഥാപിച്ചത്. നമ്മൾ പണ്ടൊക്കെ ഗൂഗിൾ ക്രോമിലൊക്കെ കയറിയിട്ട് അതിനകത്ത് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ അത് സ്പെസിഫിക് ആയിട്ടുള്ള കുറേയധികം ലിങ്ക്സ് ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. അതിനകത്തെല്ലാം കയറിയിട്ട് നമ്മൾ തന്നെ ഒരു സമ്മറി നമുക്ക് അതിന് വേണ്ടി ഉണ്ടാക്കണമായിരുന്നു. പക്ഷെ ഇവരുടെ അരവിന്ദ് ശ്രീനിവാസിന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ലിങ്ക് പരിപാടി എല്ലാം മാറ്റണം, എന്നിട്ട് ഒരു AI മോഡൽ അവർക്ക് ബിൽഡ് ചെയ്യണം. ആ ഒരു AI മോഡൽ ഈ വെബ്സൈറ്റുകളിലെല്ലാം പോയി നോക്കിയിട്ട് അത് എല്ലാം ക്രൗഡ് ചെയ്തെടുത്തിട്ട് നമുക്കത് സ്പെസിഫിക് ആയിട്ടുള്ള നല്ല കറക്റ്റ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അത് തരണം എന്നായിരുന്നു പുള്ളിന്റെ മനസ്സിലുള്ള ആ ഒരു ചിന്ത. അതാണ് ഇപ്പം പെർപ്ലക്സിറ്റി ആയി നമുക്ക് എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുന്നതും. ഈ ഒരു കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ജെഫ് ബെസോസും അതേപോലെ തന്നെ NVIDIA-മാണ്. പെർപ്ലക്സിറ്റി അവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന 2022-ലാണ്. ആ ഒരു പ്രൊഡക്റ്റിന്റെ പേര് എന്ന് പറയുന്നത് ബേർഡ്സ്ക്യൂൽ എന്നായിരുന്നു. അവരുടെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കോമറ്റ് ആയിരുന്നു. കോമറ്റ് എന്ന് പറയുന്നത് ഒരു AI ബേസ്ഡ് വെബ് ബ്രൗസർ ആണ്. പെർപ്ലക്സിറ്റി ഇന്ത്യയിൽ വളരെയധികം ഫേമസ് ആയിട്ട് എയർടെലുമായിട്ടുള്ള അവരുടെ ആ ഒരു ഡീൽ വഴിയാണ്. ആ ഒരു ഡീലിന് ഉള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് ഏകദേശം 12 മാസത്തേക്ക് ഇവര് പെർപ്ലക്സിറ്റി AIയുടെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഇവര് കൊടുത്തിരുന്നു. ഈ ഒരു AIന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ GPT-5, ക്ലൗഡ്, അങ്ങനെ വേറെ പല AIസും ഈ ഒരു പെർപ്ലക്സിറ്റി മോഡലിന് കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 17,000 രൂപയോളം വിലമതിക്കുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ആണ് അതും ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് എയർടെലുകാർ ഇവർക്ക് വേണ്ടി കൊടുത്തത്. ഈ വർഷം ജനുവരിയിൽ പെർപ്ലക്സിറ്റി നമ്മൾ ടിക്കോക്കുമായിട്ടൊക്കെ ഒരു ഡീലിന് വേണ്ടി ശ്രമിച്ചിരുന്നു. കാര്യം വളരെയധികം സിമ്പിൾ ആണ്. ഈ ടോക്കിന്റെ US മേഖല മാത്രം പെർപ്ലക്സിറ്റി AIയായിട്ട് ഒന്ന് മെർജ് ചെയ്തിട്ട് ഒരു പുതിയ കമ്പനി ആയിട്ടുള്ള ന്യൂകോം എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനിക്ക് രൂപം കൊടുക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. പക്ഷേ ഈ ഒരു ഡീൽ ഇതുവരെ ആക്ച്വലി നടന്നിട്ടില്ല. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ടിക്ടോക്കിന്റെ US വാല്യുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം $50 ബില്യൺ ആണ്. അതേപോലെ തന്നെ ഈ ഒരു പെർപ്ലക്സിറ്റിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് $18 ബില്യൺ ആണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആണ്. ഈ ഒരു ഗ്യാപ്പാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പുതിയൊരു കമ്പനിയിൽ നമ്മുടെ US ഗവൺമെന്റിന് ഏകദേശം 50% ഓഫ് ഷെയർസ് US ഗവൺമെന്റിന് വേണമെന്നും ഗവൺമെന്റ് ആവശ്യപ്പെടുകയും ചെയ്തു. ടിക്ടോക്കിനെ വാങ്ങാനായിട്ട് മൈക്രോസോഫ്റ്റും ഒറാക്കിളും എന്തിനു പറയുന്നു മസ്ക് വരെ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഈ ഒരു പെർപ്ലക്സിറ്റി ആയി നമ്മുടെ മോട്ടോറോളയായിട്ട് ഇപ്പോൾ ഒരു ഡീലിന് വന്നേക്കാണ്. ഈ ഒരു മോട്ടോറോളന്റെ ഇനി വരാതിരിക്കുന്ന എല്ലാ മൊബൈലുകളിലും അതായത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് AI അസിസ്റ്റന്റും അതേപോലെ തന്നെ AI പവേർഡ് ആൻസർ എഞ്ചിൻസും ഇവർ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കൊടുക്കും. അതേപോലെ തന്നെ 3 മാസത്തേക്ക് ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മോട്ടോറോളയെ കൂടാതെ സാംസങ്ങുമായിട്ട് ഇവർ ചെറിയൊരു ഡീലിനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് സാംസങ്ങിന്റെ എല്ലാ പ്രൊഡക്റ്റിലും ഇവരുടെ ഈ ഒരു AI സിസ്റ്റം പ്രീ ഇൻസ്റ്റാൾ ചെയ്യുക, അതേപോലെ തന്നെ ബിഗ്സ്പിയിലെല്ലാം ഈ ഒരു AI ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യാന്നൊക്കെയാണ് ഇപ്പം ഇവരുടെ മനസ്സിലുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. ഈ ഒരു ഡീലിന് വേണ്ടി അവർ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വർഷം നമ്മുടെ US-ലുള്ള എല്ലാ സാംസങ് യൂസേഴ്സിനും പെർപ്ലക്സിറ്റി AIയുടെ സബ്സ്ക്രിപ്ഷൻ അത് 12 മാസത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. പെർപ്ലക്സിറ്റി ആണെങ്കിൽ പബ്ലിഷേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന ആ ഒരു ഇനിഷ്യേറ്റീവും കൂടി അവർ എടുത്തിരിക്കുകയാണ്. അതായത് ഈ ഒരു പബ്ലിഷേഴ്സിന്റെ കണ്ടന്റ് നമ്മുടെ AI സിസ്റ്റം ആൻസേഴ്സ് ആയിട്ട് നൽകുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ആഡ് റവന്യൂസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആഡ് റവന്യൂന്റെ ഇത്ര നിശ്ചിത പെർസെന്റേജ് ആ ഒരു പബ്ലിഷേഴ്സിന് കിട്ടും. ബാക്കിയെല്ലാം പെർപ്ലക്സിറ്റി AIക്കുമാണ് പോകുന്നത്. ഈ ഒരു പ്രോഗ്രാം വഴിയായിട്ട് കുറേയധികം പബ്ലിഷേഴ്സിനെല്ലാം ഇവർക്ക് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്ത് വളരെയധികം നല്ല കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ബാഡ് ഇമ്പാക്ട്സ് ഉണ്ട്. അതായത് ലാസ്റ്റ് വന്നിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസും അതേപോലെ തന്നെ ഫോബ്സും ഇവർക്കെതിരായിട്ട് ലോ സ്യൂട്ട്സിന് പോയൊക്കെയാണ്. ഇവരുടെ കണ്ടന്റ് പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്തു എന്നതാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. അമേരിക്കയിലെ വയർഡ് മാഗസീന് അതായത് ഈ ഒരു പെർപ്ലക്സിറ്റി AI എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം വെബ് സ്ക്രാപ്പിംഗ് വയലേഷൻസ് നടത്തിയെന്നായിരുന്നു ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഒരു റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ ആമസോൺ വെബ് സർവീസ് അതിനകത്ത് ഒരു ഇൻവെസ്റ്റിഗേഷനും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂയോർക്ക് ടൈംസിന് പുറമെ ഡോൺ ജോൺസും അതേപോലെ തന്നെ ന്യൂയോർക്ക് പോസ്റ്റും ഇവർക്കെതിരായിട്ടും ലോ സ്യൂട്ട്സിന് പോയിക്കാണ്. അതിന്റെ കാര്യം അത് തന്നെ, അതായത് ഇവരുടെ വെബ്സൈറ്റുകളെല്ലാം കയറി പോയിട്ട് ഈ ഒരു പെർപ്ലക്സിറ്റി AI അവരുടെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാൻസിലെ കണ്ടന്റ് വരെ ഇവര് ചുരണ്ടിയെടുത്തു എന്നുള്ളതാണ് അതിന്റെയും കാരണം എന്ന് പറയുന്നത്. ഇവരുടെ ഈ ഒരു പരിപാടി കാരണം ഏറ്റവും ലാസ്റ്റ് പണി കിട്ടിയിരിക്കുന്നത് BBC-ക്കാണ്. അതായത് BBC-യുടെ കണ്ടന്റ് വരെ ഇവർ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം BBC ഇപ്പം പറയുന്നത് അതായത് ഒന്നെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുക്കുക, അതേപോലെ തന്നെ ഈ ഒരു പെർപ്ലക്സിറ്റി AIയുടെ ഡാറ്റാബേസിലുള്ള എല്ലാ BBC റിലേറ്റഡ് കണ്ടന്റും അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ BBC-യും ഇനി ഒരു ലീഗൽ സ്യൂട്ടിന് പോകുന്നതാണ് BBC ഇപ്പം പറയുന്നത്. ടെക്നോളജി വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വിരൽത്തുമ്പിൽ നമ്മൾ
നമ്മളൊന്ന് പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ നല്ല അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എല്ലാം കിട്ടും. അപ്പൊ ഇങ്ങനെ അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എല്ലാം കിട്ടുന്ന ആ ഒരു സമയത്തും വളരെയധികം വെബ്സൈറ്റ്സുകളുണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഈ ഒരു AI സിസ്റ്റം ക്രൗൾ ചെയ്ത് നമുക്ക് ഡാറ്റാസ് എല്ലാം തരുന്നത്. അപ്പം ആ ഒരു വെബ്സൈറ്റ്സുകൾക്കെല്ലാം കിട്ടേണ്ടിയിരുന്ന ട്രാഫിക്കിങ്ങും അതേപോലെ തന്നെ ആഡ് റവന്യൂസ് എല്ലാം അതുവഴിയായിട്ട് ഇല്ലാതാകുന്നുണ്ട്. അതെല്ലാം തന്നെ ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ്. നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോയുടെ പെർപ്ലസിറ്റി AI കുറിച്ചുള്ള വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇതിനേക്കാളും വളരെയധികം എലാബറേറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. നിങ്ങൾ എപ്പോഴെങ്കിലും പെർപ്ലസിറ്റി AI ഉപയോഗിച്ചിട്ടുണ്ടോ? ആ ഒരു AI ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്.